പൊട്ടിക്കാൻ പോകുന്നു. മീറ്റ് അൻവിൻ ജോസ്. എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ഇവർ ഈ പറയുന്നതൊക്കെ നേരാണോ? എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ തന്നെ ചുട്ട് കരിക്കൂടാ. യൂട്യൂബ് ഒരു സൈഡിൽ യൂട്യൂബ് പ്ലേ ചെയ്യും, ഒരു സൈഡ് ഗെയിം കളിക്കും. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA യിലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം എനിക്ക് വിരോധമാണോ? വിരോധമൊന്നുമില്ല, ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജില് പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എന്നാ എനിക്കത് ഓർമ്മയില്ല. ഇതും പോട്ടെ, പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. കള്ളം പറയാൻ കണ്ട നേരം. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത് എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. എന്തിന്റെ കുഞ്ഞാണോ ഇത്? 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനെന്നുള്ള പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK? ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. തലയിൽ എന്ത് വേണോ കെട്ടിവെച്ചോളൂ. ഇപ്പൊ ഇറുക്കി പിടിച്ച കാലൊന്ന് മാറ്റി തന്നാ മതി.